ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ ടോപ്പിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിൽ പിന്ന് കുത്തി മാറ്റി വെച്ചല്ലോ, ആ പിന്ന് ഓരോന്നായിട്ട് നമ്മൾ മാറ്റി മാറ്റി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കഴുത്തും ഷോൾഡറും കൂടെ നമ്മൾ ലൈനിങ് തുണിയും നല്ല തുണിയും വെച്ച് സ്റ്റിച്ച് ചെയ്ത് മാറ്റണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ പിന്ന് വെച്ചതെല്ലാം മാറ്റി മാറ്റി വേണം നമ്മൾ എൻഡിലൂടെ കുറച്ച് സ്ഥലം വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഓരോ കട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് മറിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കട്ട് കൊടുക്കുന്നത്. കട്ട് കൊടുത്ത് നമ്മൾ മറിച്ചെടുക്കണം. മറിച്ചെടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ വെള്ള ലൈനിങ് തുണി പുറത്ത് കാണൂലേ എന്ന് തോന്നും. എന്നാലും കാണത്തില്ല. കാരണം നമ്മൾ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് വെച്ച് പതിച്ചടിക്കുമ്പോഴത്തേക്കും അല്പം പോലും നമ്മുടെ അടിയിലത്തെ ലൈനിങ് തുണി പുറത്ത് കാണാത്ത രീതിയിൽ പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ തയ്ച്ചതിന് ശേഷമുള്ള ഫൈനലാണ്. നമ്മുടെ കഴുത്തിൽ ലൈനിങ് തുണിയൊന്നും കാണാതെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും അടിച്ചെടുത്തതിന് ശേഷം ബാക്കി പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അവിടെ നിന്ന് നമ്മുടെ ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെയാണോ വന്നതെന്നറിയാം. അതിനുശേഷം നമ്മൾ കൈയുടെ തയ്യലാണ്. അപ്പം നമ്മൾ വെട്ടി മാറ്റി വെച്ചിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തില്ലേ, ആ രണ്ട് കട്ടിൻ്റെ അവിടെ നിന്ന് ചെറിയ ചുരുക്ക് പോലെ ഇതേപോലെ വെച്ച് കൊടുക്കണം. എങ്കിലേ നമുക്ക് പഫ് കിട്ടുള്ളൂ. ഈ തുണി ഇച്ചിരി കുറവായതുകൊണ്ട് ചെറിയ പഫാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും തുണിയെ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ചെറിയ പഫ് കിട്ടിയത്. അത് അവളുടെ കൈയാണ്. അപ്പോൾ രണ്ട് കൈയിൽ നമ്മളിതുപോലെ പഫ് ഇട്ട് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത പോർഷനിൽ നിന്ന് തൊട്ടടുത്ത കട്ട് ചെയ്ത പോർഷൻ വരെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ചുരുക്കിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ താഴെ ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ഡബിൾ ഫോൾഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി നമ്മൾ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഷോൾഡറിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അളവിനെടുത്ത് ടോപ്പ് എടുത്ത് വെച്ച് ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി ഷേപ്പ് അടിച്ചതിന് ശേഷം നമ്മുടെ സൈഡ് ഓപ്പൺ ഉണ്ടല്ലോ, നമ്മളെ ഡ്രസ്സിൽ സൈഡിൽ വരുന്ന സ്ലിറ്റ്, ആ ഓപ്പണും കൂടെ ഇട്ട് കൊടുത്തിട്ട് ടോപ്പിൻ്റെ തുമ്പ്, നമ്മുടെ ഏറ്റവും താഴത്തെ തുമ്പ് വരുന്നില്ലേ, അതും കൂടെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നമ്മളുടെ ടോപ്പ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും സ്വന്തമായിട്ട്. എന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.